ഏക്കറിൽ നിന്ന് 7 ലക്ഷം രൂപയാണ് വരുമാനം. ഒരു 50,000 രൂപ കൂടി ഒരു ചെലവ് ഇതിനകത്തില്ല. എന്തുകൊണ്ട് ഈ ആളുകളെല്ലാം റബ്ബർ കൃഷി നിർത്തി? ഫ്രൂട്ട് സ്റ്റോൾസാണ് ഇപ്പോൾ കേരളത്തിൽ വരുന്നത്. ഇതൊരു വനവൃക്ഷ. അപ്പൊ ഇതിനൊരു വനാന്തരീക്ഷമാണ് ഇഷ്ടം. പീപ്പിൾസ് വിത്ത് ക്യാഷ് ഇൻ ഹാൻഡ് ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറായി നിൽക്കുക. ഓപ്പർച്യൂണിറ്റിയാണ് വേണ്ടത്. കായ പിടുത്തം ഈ വർഷം ഇച്ചിരി കൂടുതലാണ്, അങ്ങോട്ടൊക്കെ ഒത്തിരി കൂടുതലാണ്. ചില മരങ്ങളിൽ ഭയങ്കരമായിട്ട് പിടുത്തമുണ്ട്. കഴിഞ്ഞ വർഷം ഈ മരം കുറവായിരുന്നു. ഇങ്ങനെയൊക്കെ കാഴ്ച കഴിഞ്ഞാൽ ഈ പറഞ്ഞ 100-നൊക്കെ മുകളിലേക്ക് പോകും. രണ്ടാമത് ഇത് ഇവിടെ ഒരു പൂവും കാണുന്നുണ്ട്. ഇനിയുള്ള കാലം വോളിയം ഡിസൈഡ്സ് ദി മാർക്കറ്റ്. പരമാവധി പ്ലാന്റ്, മാക്സിമം പ്രൊഡക്ഷൻ, ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷനിലേക്ക് പോയതാണ്. അതാത് വർഷത്തെ തന്നാണ്ട് തൈ, അതിൽ പറ്റുമെങ്കിൽ തലത്തൈ എന്ന് പറഞ്ഞാൽ ആദ്യം മുള പൊട്ടി കൂടക്കകത്ത് പൊങ്ങി വന്ന തൈ, തലത്തൈ എടുത്ത് കൃഷി ചെയ്ത് പോകും. ചെടിയെ നമ്മൾ നല്ല ഭംഗിയായിട്ട് വളർത്തുക. ചെടി തരാനുള്ളത് നമുക്ക് അത് തരും. വെള്ളം മസ്റ്റാണ്. എന്നാണ് ഈ ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ശരാശരി അപ്പോൾ ഒരു മരത്തെ എത്ര കിലോ നമുക്ക്? ഒരു 60 to 70 ആണ്. N18 അറിയാമല്ലോ, 18 കായ്ക്ക് 1 കിലോ. നമ്മൾ ഓസ്ട്രേലിയയിൽ പോയി നോക്ക്, മലേഷ്യയിൽ പോയി നോക്ക്. ഇതിൻ്റെതായിട്ടുള്ള ഒരു സ്വാഭാവിക അന്തരീക്ഷത്തിലേക്ക് വിടുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇപ്പൊ തന്നെ ഇതിന്റെ വയസ്സ് എത്തിയോ? അല്ല, ഇത് ഓൾറെഡി സോൾഡാ. ഈ റംബുട്ടാൻ ഈ പറയുന്ന പോലെ മാർക്കറ്റ് ഫ്ലഡഡ് ഒന്നും അല്ല. ഇത് പൂവാകുമ്പോഴേ ഒന്ന് വാങ്ങിക്കും അവർ. എഗ്രിമെന്റ് ഒക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അഡ്വാൻസ് ഒക്കെ കൈപ്പറ്റി എല്ലാം കഴിഞ്ഞത് അവർ നെറ്റെല്ലാം ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തു. ഇതിപ്പോൾ ഏകദേശം 3.5 ടണ്ണോളം വിലയാണ്. അൾട്ടിമേറ്റ്ലി ഇതൊരു ഇൻ ബിറ്റ്വീൻ 120 to 130 റേഞ്ചിൽ ഇത് മൂവ് ചെയ്യുന്നു. കൃഷി എന്ന് പറയുന്ന ഒരു കൺസോൾട്ടേഷന്റെ സ്റ്റേജിലാണ് കേരളത്തിൽ. ഇതിന് വളരാൻ ഏറ്റവും നല്ല അന്തരീക്ഷമാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ. സാറേ, ഇന്റൻസീവ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അതിന്റെ രീതി? അത് കറക്റ്റായിട്ട് ഈ മരത്തെ ഷേപ്പ് ചെയ്യാൻ പാകത്തിന്, കാനോപ്പി ബെൻ ഉണ്ടാക്കാൻ പാകത്തിന് കിങ്സിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. സാറേ, ഇതിപ്പോ നമ്മൾ എത്ര അടി അകലത്തിലാണ് വെച്ചേക്കുന്നത്? ചെടി നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് നമ്മളുടെ ഒരു സംരക്ഷണത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇത്ര നന്നായിട്ട് വളരുന്നത്. 3 വർഷം കഴിയുമ്പം കന്നാര ഒഴിവാകും. അപ്പം നമുക്ക് റംബുട്ടാൻ ഫ്ലവർ ആവും. അപ്പൊ പലർക്കും ഒരു സംശയമുണ്ട്, കന്നാര വെച്ചേച്ച് റംബുട്ടാൻ അതിനകത്ത് അത്ര ഫലപ്രദമാണ്. ഒരു കുഴപ്പമില്ല. ഈ സ്വാതന്ത്ര്യം എല്ലാം കൃഷിക്കാരൻ്റെ. അവൻ എന്തും ചെയ്യാം, എന്ത് പരീക്ഷണം നടത്താം. ട്രാൻസ്പോർട്ട് എതിലൂടെയും കയറി പോകുന്ന ഉദാഹരണമല്ലേ? ഡെസേർട്ട് കാക്ടസ് എന്നൊക്കെ പറയുമെങ്കിൽ എന്റെ തോന്നൽ ഇതൊരു ജംഗിൾ കാക്ടസ് ആയിട്ട്. അങ്ങനെ ഇത് മരത്തിന്റെ മുകളിൽ പോയാലും ഇത് കായ്ക്കും. റബ്ബറിന് ഇനിയും നല്ല വിലയൊക്കെ വരും. ഞാൻ അതിനകത്ത് കോൺഫിഡന്റാണ്. ഈ വിളവെടുക്കൽ ഒരു വലിയ പ്രശ്നമാണ്. അൾട്ടിമേറ്റ്ലി ആദായത്തിലേക്ക് വരുമ്പോൾ ആര് നമുക്ക് വിളവെടുത്ത് തരും? ഈ റംബുട്ടാൻ കൃഷി കണ്ടമാനം വ്യാപകമായിക്കൊണ്ടിരിക്കുക. പണ്ട് ഈ വ്യാനിലേക്കൊക്കെ പറ്റിയ വലിയ ഒരു പ്രശ്നം ഇതിന് പറ്റാൻ സാറ് പ്രതീക്ഷിക്കുന്നുണ്ട്? 80കളിൽ ഗൾഫിൽ പോകുമ്പോൾ പറയും ഇനി ഗൾഫിൽ സാധ്യതയില്ലെന്ന്. 90കളിലും അത് തന്നെ പറയും. 2000-ലും പറയുന്നുണ്ട്. ഇപ്പൊ പോകുന്നവരും പറയുന്നുണ്ട് ഗൾഫിലെ പരിപാടി തീർന്നു. പക്ഷെ ആൾക്കാർ പോകുന്നുണ്ട്, സംഭവം നടക്കുന്നുണ്ട്. ശരിക്കും കൃഷിക്കാരനാണെങ്കിൽ കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കുക. റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. 25 മരമായിട്ട് നിങ്ങൾ റംബുട്ടാൻ കൃഷിക്ക് ഇറങ്ങരുത്. നിങ്ങൾക്ക് വില കിട്ടില്ല. 100 മരത്തിന് മുകളിലുണ്ടെങ്കിൽ ബയർ റെഡിയാ. നമ്മൾ പറയുന്ന കണ്ടീഷൻ അവൻ സമ്മതിക്കും. 50 മരവും അല്ലെങ്കിൽ 25 മരം ഉള്ളവന്റെ അടുത്ത് പറഞ്ഞാൽ അവർ വരില്ല. നല്ല കച്ചവടക്കാർ. എനിക്ക് കൃഷി ഇഷ്ടമാണ്, ഞാൻ ഈ കൃഷി അങ്ങ് ചെയ്യുന്നു. എൻ്റെ പേര് MC സാജു. സ്ഥലം തിരുമാറാടി, കൂത്താട്ടുകുളത്തിനടുത്താണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ്. ഞാൻ 85 കാലഘട്ടം തുടങ്ങി കാർഷിക രംഗത്തുണ്ട്. റബ്ബറായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ മെയിൻ. ഇപ്പം പിന്നെ മാറി മാറി വന്ന് റംബുട്ടാനിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. 6 ഏക്കറോളം റംബുട്ടാനാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതിൽ 2.5 ഏക്കർ കഴിഞ്ഞ 2 വർഷമായിട്ട് ഊർജിത വിളവെടുപ്പുണ്ട്. സ്ഥിരമായിട്ടുള്ള വിലയും വിളവ് വാങ്ങാനുള്ള ആളുകളും തയ്യാറായിട്ട് വന്നതുകൊണ്ടാണ് റംബുട്ടാൻ കൂടുതലായിട്ട് ഞാൻ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് വെച്ച് റംബുട്ടാന് സ്ഥിരമായിട്ട് നമുക്കൊക്കെ ബയേഴ്സ് ഉണ്ട്. വിലയിലും ഏകദേശം സ്ഥിരത കൈവന്ന ഒരവസ്ഥയാണ് കാണുന്നത്. സാറേ നമസ്കാരം. നമ്മളിത് എത്രാം കൊല്ലത്തെ പ്ലാന്റ് ആണ് നിൽക്കുന്നത്? 5-ാം വർഷം. 5 വർഷമായി. ഈ തോട്ടത്തിൽ എത്ര മരം സാറ് വെച്ചിട്ടുണ്ട്? ഇത് 250 എണ്ണം. എല്ലാം ഒരേ പ്രായത്തിലുള്ളത്. നമ്മളിത് എത്ര അടി സ്പേസിംഗിലാണ് ഇതിപ്പോ വെച്ചിരിക്കുന്നത്? 20x20. അതന്നെ ഒരു ഹൈ ഡെൻസിറ്റി. 10-12 വർഷമായിട്ട് ഞാൻ ഈ റംബുട്ടാൻ കൃഷിയുണ്ട്. വിവിധതരം മരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടല്ലോ, വലുതും ചെറുതുമായിട്ട്. അപ്പൊ ഇങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 4-5 വർഷം മുമ്പ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇപ്പം ഇതിന് നല്ല വിലയാണ്. പരമാവധി പ്ലാന്റ്, മാക്സിമം പ്രൊഡക്ഷൻ, ആ ഒരു ഇതിൽ ഇച്ചിരി ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷനിലേക്ക് പോയതാണ്. 30-ലും 20-ലും 40-ലും അങ്ങനെ 3 ലെവലിൽ പല രീതിയിൽ പ്ലാന്റ് ചെയ്ത് നോക്കി. ഇതിനകത്ത് നല്ല റിസൾട്ടാണ്. അപ്പോൾ ഒരു 5-6 വർഷം 7 വർഷക്കാലം നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടും. ഇതിപ്പോൾ 5ാമത്തെ കൊല്ലത്തെ ഓടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം 4ാമത്തെ കൊല്ലം എത്ര കിലോ വെച്ച് നമുക്കൊരു മരത്തിന് ശരാശരി സാറിന് കിട്ടിയത്? അതായത് 4 വർഷം ആയി കഴിയുമ്പോഴത്തേക്കും റംബുട്ടാനിൽ ഏകദേശം അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റഡി ആവാൻ തുടങ്ങും. അതായത് ഒരു മരത്തിൽ, ഇതുപോലത്തെ ഒരു മരത്തിൽ
ഒരു 250 മുതൽ 300 കൊല വരെയാണ് ഇതുപോലത്തെ ബഞ്ചസ്. 250-300 കൊല 300 കൊല ആണ് അതിന്റെ ഒരു ആപ്റ്റായിട്ട്. നമുക്ക് കൊമേഴ്സ്യലി നല്ല വയബിൾ ആകുമ്പോൾ 250 മുതൽ 300 കൊല വരെ ഉണ്ടാകണം. ഒരു കൊലയിൽ 30 കായ് അതിന്റെ ഒരു മാക്സിമം 30-35 കായ മാക്സിമം പോകും ഇങ്ങനത്തെ ഒരു ബഞ്ചിൽ. ഇതുപോലത്തെ കോൽക്കായും ഉണ്ടാകും. കോൽക്കായ എന്ന് പറഞ്ഞാൽ ഈ ഒറ്റക്കായ 1-2 ആയിട്ടുള്ള കോൽക്കായും ഉണ്ടാകും. നമ്മൾ ഇതിന്റെ ഒരു ആവറേജ് എടുക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ഒരു 8 കാ ഒരു കൊലയിൽ. ഒരു കൊല 8 കാ വെച്ച് നമ്മൾ കണക്ക് കൂട്ടിക്കണം. അപ്പൊ 8 കാ വെച്ച് 200 കൊല 8 കാ. അപ്പൊ നമുക്ക് ആ ഒരു കാൽക്കുലേഷനിൽ പോയി കഴിയുമ്പോൾ നമുക്കൊരു 7 ടൺ ഉൽപാദനം കിട്ടും ഒരേക്കർ. അതായത് 100 ചെടിയെന്ന് മനസ്സിലായോ? അതാണ് അതിന്റെ പ്രൊഡക്ഷൻ ലെവൽ. നാലാമത്തെ കൊല്ലമാണ്. നാലാമത്തെ കൊല്ലം. 5-ാമത്തെ വർഷവും അതിനകത്ത് വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു 10% കൂടുതൽ വ്യത്യാസം കൊണ്ടുവന്നാൽ പിന്നത്തെ വർഷം ക്രോപ്പ് താഴെ പോകും. അങ്ങനെയുണ്ടോ? അതായത് ഹെവി ആയിട്ട് കായ്ച്ച മരങ്ങള് പിന്നത്തെ വർഷം 30% അത് കുറവായിരിക്കും. പക്ഷെ ആവറേജ് മറ്റ് കായ കുറവുള്ള മരം പിന്നത്തേൽ അത് മേക്കപ്പ് ചെയ്യും. പിന്നെ അതിന്റെ ഒരു ആവറേജ് അങ്ങനെ നിൽക്കും. സാറേ ഈ പ്രാവശ്യം എങ്ങനെയുണ്ട് കൊലപിടുത്തം? എങ്ങനെയുണ്ട് സാറ് കണ്ടിട്ട് കാലാവസ്ഥ? ഇത് മറച്ച് കാ പിടിച്ചിട്ടുണ്ടല്ലോ ഇത് കായ പിടുത്തം ഈ വർഷം ഇച്ചിരി കൂടുതലാണ്. അത് അങ്ങോട്ടൊക്കെ ഒത്തിരി കൂടുതലാണ്. അത് കാലാവസ്ഥയാണോ? അത് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചില മരങ്ങളിൽ ഭയങ്കരമായിട്ട് പിടുത്തമുണ്ട്. കഴിഞ്ഞ വർഷം ഈ മരം കുറവായിരുന്നു. അതുകൊണ്ട് ഈ വർഷം കൂടുതലുണ്ട്. പക്ഷെ ഇതിനകത്തൊരു 20% ഒക്കെ ഡ്രോപ്പിങ് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് കൊമ്പിരിച്ചിലൊക്കെ വരും. ഇത് ഇതെല്ലാം കെട്ടുനിർത്തലൊന്നും നടപടിയില്ല. ഇങ്ങനെയൊക്കെ കാഴ്ച കഴിഞ്ഞാൽ ഈ പറഞ്ഞ 100-നൊക്കെ മുകളിലേക്ക് പോകും. ശരാശരി അപ്പൊ ഒരു മരത്തെ എത്ര കിലോ നമുക്ക്? ഒരു 60 to 70 ആണ് അതിനകത്ത്. അതായത് 4-ാമത്തെ കൊല്ലത്തിൽ 4, 5, 6, 7 അത് പലരും പറയും 100, 150 എന്നൊക്കെ. പിന്നെ കൂടി പോകും. പക്ഷെ അത് 40/40 ചെയ്തിട്ട് വലിയ മരം, അത് അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. ആ വലിയ മരമാക്കി ഇതേ രീതിയിൽ പ്രൂൺ ചെയ്യാതെ മരത്തിന് സ്വാഭാവിക വളർച്ചയിൽ വിട്ടാൽ ഈ പറയുന്ന രീതിയിൽ, അതായത് ഞാൻ ഒരു പ്രൂണിങ് നടത്താത്ത മരം അപ്പുറത്ത് കാണിച്ചാൽ 250 കിലോ പ്രൊഡക്ഷൻ കിട്ടും. അത് അന്നേരം ഒരു പ്രൂണിങ്ങും പറ്റില്ല. പക്ഷെ മരം അങ്ങ് വലുതായി പോകും. അപ്പൊ അങ്ങനെ വളർത്തിയാൽ ഈ പറഞ്ഞത് ശരിയാ. അല്ലാതെ ഈ രീതിയിൽ വളർത്തുമ്പം ഒരു 60, 70 പരമാവധി 80 കിലോ ഒക്കെ വരുത്താം. അത്രേ ഉള്ളൂ. അത്ര അവിടെ നിൽക്കും. അതിനപ്പുറത്തേക്ക് കാരണം നമുക്ക് ഈ മരത്തിന്റെ ഒരു സൈസ് ഉണ്ടല്ലോ, ആ സൈസ് അനുസരിച്ചല്ലേ അതിന്റെ പ്രൊഡക്ഷൻ വരുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഏലച്ചെടിയില് ഏലക്കായ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 100 കിലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. ആ മരത്തിനൊരു സൈസ് ഉണ്ട്, അതിന്റെ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ആ സൈസും പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ഈ സംഭവം. 20/20 വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് ഏകദേശം ഒരു വർഷം നമുക്ക് 7 ടൺ. 7 ടൺ കിട്ടും. എല്ലാ കൊല്ലം ഏകദേശം ഒരുപോലെ തന്നെ അത് ആ ലെവല് കിട്ടിക്കൊണ്ട് 3 വർഷം കഴിഞ്ഞാൽ പിന്നെ ആ ലെവൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഈ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ ഈ നമ്പർ ഓഫ് ബഞ്ചസ് അത്ര തന്നെ. ആ ബഞ്ചസ് കിട്ടാൻ പാകത്തിനായിരിക്കും അതിന്റെ പ്രൂണിങ് പോകുന്നത്. പിന്നെ ഫെർട്ടിലൈസർ കറക്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുത്തുകൊണ്ടിരിക്കണം. ചെടിയുടെ ഹെൽത്തിനെ നല്ലതുപോലെ നിർത്തിക്കൊണ്ട് പ്രൊഡക്ഷൻ ചെടി ചെയ്തോളും. ചെടിയുടെ ഹെൽത്തിലേക്ക് മാത്രമേ നമ്മൾ നോക്കാവുള്ളൂ. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചെടിയെ പ്രോത്സാഹിപ്പിക്കുകയൊന്നും വേണ്ട. അത് ചെടി തന്നോളും. ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഇന്റൻസീവ് പ്രൂണിങ്ങിലേക്ക് നമ്മൾ പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20/20 ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ തിങ്ങലില്ലേ, ആ തിങ്ങൽ ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സാറേ ഇന്റൻസീവ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അതിന്റെ രീതി? ഇന്റൻസീവ് പ്രൂണിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ മരങ്ങളെ നമുക്ക് ഈ സ്പേസിനകത്ത് ഒതുക്കി നിർത്തണമെങ്കിൽ കറക്റ്റ് ടൈമിൽ, അതായത് കാ പറിച്ച് തീർന്നാൽ ഉടൻ തന്നെ ഇവിടെ വെച്ച് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കേണ്ടി വരും. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഹാർഡ് പ്രൂണിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. കറക്റ്റായിട്ട് ഈ മരത്തെ ഷേപ്പ് ചെയ്യാൻ പാകത്തിന്, കാനോപ്പി ബെൻ ഉണ്ടാക്കാൻ പാകത്തിന് കറക്റ്റായിട്ട് ഇതിനെ പ്രൂൺ ചെയ്തെങ്കിൽ ഈ കായം നമ്മളൊരു 1.5 അടി താത്തി വെട്ടണം. അത് ഒരു പ്രത്യേകത ഉള്ളത്, കാ പറിച്ച് ഒട്ടും താമസിക്കരുത്. താമസിക്കും തോറും ഇത് മെച്ചുവർ ആവാനുള്ള സമയം മുന്നോട്ട് പോകും. അപ്പൊ പ്രൊഡക്ഷൻ മുന്നോട്ട് പോകും, പൂക്കാനുള്ള സമയം മുന്നോട്ട് പോകും. അപ്പൊ ഉടനെ തന്നെ പ്രൂണിങ് ചെയ്തോണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പ്രൊഫഷണൽ ആയിട്ട് ഇത് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ഒരു സൂപ്പർവിഷനിൽ വൃത്തിയായിട്ട് ചെയ്തെങ്കിൽ 20/20 വിജയിക്കുള്ളൂ. മറ്റതിൽ വരുമ്പോഴത്തേക്കും കുഴപ്പമില്ല. കാരണം മരം ആ രീതിയിൽ അങ്ങ് വളർന്നു കയറുകയാണ്. പിന്നെ ആകെപ്പാടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേലോട്ടുള്ള വളർച്ച ഇച്ചിരി ഒന്ന് നിയന്ത്രിക്കാൻ കിങ്സിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഈ മുകളിലേക്കുള്ള ആ വളർച്ച ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാനോപ്പി ആയിട്ട് വരും. സാറേ ഇതിന്റെ അകത്ത് ഇപ്പം കുറച്ച് കായൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതുകൂടെ രണ്ടാമത് ഇത് ഇവിടെ ഒരു പൂവും കാണുന്നുണ്ട്. അതെന്നെ അങ്ങനെ? അത് ഈ വർഷത്തെ കാലാവസ്ഥയിൽ വന്ന ഒരു വ്യത്യാസം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ വർഷം ഇത്ര പ്രശ്നമില്ലായിരുന്നു. ഈ പ്രാവശ്യം ഒന്നുകൂടി ഇത്
ആദ്യം ഒരു റൗണ്ട് ഫുൾ സ്വിങ്ങിലിങ് വന്നേച്ച് ഇപ്പൊ കുറച്ച് പൂവും കൂടി നല്ല സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ചിലപ്പം ഇത് 2 പ്രാവശ്യമായിട്ട് വിളവെടുക്കാൻ നിർബന്ധിതരാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ബയർ പറഞ്ഞത് അത് പ്രശ്നമൊന്നുമില്ല, അവരത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു. കാരണം 2ആയിട്ട് കിട്ടിയെന്നോർത്ത് കുഴപ്പമില്ല. അവര് നമുക്കിപ്പോ തന്നെ ഇതിന്റെ വയസ്സ് എത്തിയോ? അല്ല, ഇത് ഓൾറെഡി സോൾഡാ. ഇത് പൂവാകുമ്പോഴേ ഒന്ന് വാങ്ങിക്കും അവര്. ശരി. അപ്പൊ നമുക്ക് എങ്ങനെയാ ഇപ്പൊ വില എങ്ങനെയാ അവരുമായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതി ചെയ്യാം. നമുക്ക് ലംസം പറയാം, ഏകദേശം നമുക്കൊരു കാൽക്കുലേഷൻ എടുത്തിട്ട്. അൾട്ടിമേറ്റ്ലി ഇതൊരു ഇൻ ബിറ്റ്വീൻ 120 to 130 റേഞ്ചിൽ ഇത് മൂവ് ചെയ്യുന്നത്. ഈ കൊല്ലം ആ റേഞ്ച് നമുക്ക് ഈ കൊല്ലം ആ റേഞ്ച് തന്നെ, റേഞ്ചിൽ വ്യത്യാസം. നമുക്ക് ആ വിൽപ്പന നടത്തിയേക്കുന്നു. അത് ഓൾറെഡി കഴിഞ്ഞതിന്റെ അഡ്വാൻസ് ഒക്കെ കൈപ്പറ്റി എല്ലാം കഴിഞ്ഞത് അവർ നെറ്റെല്ലാം ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തു, എഗ്രിമെന്റ് ഒക്കെ ആക്കി വെച്ചിരിക്കുന്നു. സാറേ, ഇതിന് സാറ് പ്രത്യേകിച്ച് എന്തെങ്കിലും രോഗങ്ങൾ ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ പ്രത്യേകമായിട്ട്? കോർക്കി ബാർക്കാണ് ഇപ്പം എല്ലായിടത്തും ഒക്കെ പറയുന്നത്. അതിന്റെ 2 കാരണങ്ങൾ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. കോർക്കി ബാർക്കുള്ള തോട്ടങ്ങളിൽ ഇട്ട വല നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ടാൽ സാധ്യത കൂടുതലാണ്. കാരണം മഴക്കാലം വരുമ്പം ആ ഫംഗസിന്റെ വ്യാപനം ഇങ്ങോട്ടും വന്നുകൂടാഴികയില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ വല അത് ഇവിടെ തന്നെ സൂക്ഷിക്കാൻ പറയുക. നമ്മുടെ പറമ്പിൽ തന്നെ, നമ്മുടെ കസ്റ്റഡിയിൽ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സാധ്യത ഇല്ലാതാവും. അല്ലാതെ വ്യാപകമായിട്ടൊന്നുമില്ല, ഒറ്റപ്പെട്ട തോട്ടങ്ങളിലുണ്ട്. വ്യാപകമാവുന്ന എപ്പോഴാണെങ്കിലും. കാരണം കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഈ ഫൈറ്റ് ഓഫ് തോറയുടെ അഡ്വാൻസ്ഡ് ഫോം ഇതല്ല, ഞാൻ മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിന് വളരാൻ ഏറ്റവും നല്ല അന്തരീക്ഷമാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ. ശക്തമായ ഒരു മഴക്കാലം, പിന്നെ ഒരു വേനൽക്കാലം, വീണ്ടും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പം റംബുട്ടാൻ ഇടാൻ വേണ്ടി വല കൊണ്ട് നേരത്തെ തന്നെ സ്റ്റോക്ക് ഇട്ടേക്കുന്നതാ. ഇത് ഞാൻ നവീന് പറഞ്ഞില്ലേ, റംബുട്ടാൻ ഓൾറെഡി സോൾഡാ. അപ്പോൾ അവരായിട്ട് എഗ്രിമെന്റ് കരാറുമായി കഴിയുമ്പോൾ അവര് ആദ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ വല കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. ഈ വല കഴിയുന്നത്ര നമ്മൾ ഇവിടെ തന്നെ സ്റ്റോക്ക് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഫംഗസും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. അപ്പം ഇതിപ്പോ ഇനിയിപ്പോ അതിന്റെ ചെമ്പറം പരുവാകുമ്പോൾ, ചെറിയ ചോപ്പ് കയറുമ്പോൾ മാത്രമേ അത് വിരിക്കാൻ സംഭവിക്കൂ. അതായത് ഈ റംബുട്ടാൻ കൃഷിക്കാർ ഓർക്കേണ്ട ഒരു കാര്യം, മരത്തിന്റെ മുകളിൽ വല കിടക്കുന്ന സമയം കഴിയുന്നത്ര കുറയ്ക്കുക. ദീർഘകാലം കിടക്കുമ്പോൾ അസുഖങ്ങൾക്കുള്ള സാധ്യത കൂടും. കാരണം സൂര്യപ്രകാശം വേണ്ടത്ര പൊതിഞ്ഞു കെട്ടുവാണെന്ന് പറഞ്ഞു. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വനവൃക്ഷ, ഇതിനെ നമ്മുടെ ആവശ്യം കൊണ്ട് എങ്ങനെയൊക്കെ ആക്കിയത്. അപ്പൊ അതിനൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാത്ത രീതിയിലാക്കണമെങ്കിൽ ഈ ആളുകൾ ഇവരുടെ എളുപ്പത്തിന് വേണ്ടിട്ട് ഇവർ നേരത്തെ ഇടിക്കരുത്, കഴിയുന്നത്ര വൈകിപ്പിക്കണം. ചെറിയൊരു ചോപ്പ് കയറിയിട്ട് മാത്രമേ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും വരില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, റംബുട്ടാൻ കൃഷിക്കാർക്കിടെ ഏറ്റവും വലിയ പ്രശ്നം അണ്ണാനാ. കൊക്കോയും റംബുട്ടാനും കൂടെ അടുത്തടുത്ത് കൃഷി ചെയ്യരുത്. ഈ പറമ്പിൽ കൊക്കോ ഉണ്ടായിരുന്ന എല്ലാം കളയുന്നത്. ഈ റംബുട്ടാനിലേക്ക് ഏറ്റവും ഈ കൊക്കോയിൽ ത്രൂ ഔട്ട് ദി സീസൺ അണ്ണാനം കിട്ടും. അപ്പൊ അവൻ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. അതുകൊണ്ട് വലയിട്ടാൽ പോലും കയറും. അതുകൊണ്ട് കൊക്കോ തോട്ടങ്ങൾക്ക് അടുത്ത് റംബുട്ടാൻ പറ്റത്തില്ല. ഇതാണ് വലയുടെ കാര്യം. ഇതിപ്പോ ഏകദേശം 3.5 ടണ്ണോളം വലയാണ്. എത്ര ഏക്കറിലേക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? 2.5 ഏക്കർ 3.5 ടണ്ണോളം വല വേണ്ടി വരും. മൊത്തം വിരിച്ചു വരണ്ടേ? ഈ റംബുട്ടാൻ കൃഷി കണ്ടമാനം വ്യാപകമായിക്കൊണ്ടിരിക്കുക. പണ്ട് ഈ വ്യാനിലേക്കൊക്കെ പറ്റിയ വലിയൊരു പ്രശ്നം ഇതിന് പറ്റാൻ സാറ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത് എന്നാന്നറിയോ, ഈ ചോദ്യം വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 80കളിൽ ഗൾഫിൽ പോകുമ്പോൾ പറയും ഇനി ഗൾഫിൽ സാധ്യതയില്ലെന്ന്. 90കളിലും അത് തന്നെ പറഞ്ഞു. 2000-ലും പറയുന്നുണ്ട്. ഇപ്പൊ പോകുന്നവരും പറയുന്നുണ്ട് ഗൾഫിലെ പരിപാടി തീർന്നു. പക്ഷെ ആൾക്കാർ പോകുന്നുണ്ട്, സംഭവം നടക്കുന്നുണ്ട്. ശരിക്കും കൃഷിക്കാരനാണെങ്കിൽ കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കുക, അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ 120 കിട്ടും 150 കിട്ടും എന്നൊന്നും പറഞ്ഞല്ല നമ്മളൊന്ന് കൃഷിക്ക് ഇറങ്ങുന്നത്. എനിക്ക് കൃഷി ഇഷ്ടമാണ്, ഞാൻ ഈ കൃഷി അങ്ങ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ കാതലായ ചോദ്യം ഇതിന് ഈ വില നിലനിൽക്കുക എന്നുള്ളതാണ്. ഒറ്റ കാര്യം, എന്തുകൊണ്ട് ഈ ആളുകളെല്ലാം റബ്ബർ കൃഷി നിർത്തി? ആദ്യം റബ്ബർ കടക്കാരൻ നിർത്തി. ഞങ്ങളുടെ ഇപ്പൊ ഞാൻ കൂത്താട്ടോളം മേഖലയിൽ 25-30 റബ്ബർ കട ഉണ്ടായിരുന്നു. അപ്പൊ 3 എണ്ണം ഇല്ല. ഇനിയിപ്പോ ഞാൻ റബ്ബർ കൃഷി ചെയ്യാന്ന് വെച്ചാലും കടക്കാരൻ ഇത് നേരത്തെ മനസ്സിലായി. അപ്പൊ ഇതിന് പകരം കേരളത്തിൽ എന്താ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് സ്റ്റോൾസാണ് ഇപ്പൊ കേരളത്തിൽ വരുന്നത്, അല്ലേ? അടുത്ത കൃഷിക്ക് അടുത്ത സ്കോപ്പ് എവിടെയെന്നുള്ളത് കണ്ടെത്തുന്നത് അങ്ങനെയാ. കേരളത്തിൽ ഇപ്പൊ വ്യാപകമായിട്ട് വരുന്നത് തന്നെ സർവ്വ ടൗണുകളിലും ഫ്രൂട്ട്സിന്റെ ഷോപ്സ് വരിക. അതും ഭയങ്കര നല്ല ഇൻവെസ്റ്റ്മെന്റ് തന്നെ ചെയ്യുന്നത്. മനുഷ്യന്റെ ഫുഡ് ഹാബിറ്റ് തന്നെ മാറുക. കട്ട് ഫ്രൂട്ട്സിന്റെ വലിയ സംഭവം നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ അതിലേക്ക് ആഡഡ് ആയതല്ല. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇത് നോർത്തിലേക്കും കൂടെ കടന്നു ചെല്ലുക. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രൂട്ട്സും കൂടെ കൂടിയ ഒരു ഫുഡ് ഹാബിറ്റിലേക്ക് നമ്മൾ മാറുക. അതിനനുസരിച്ച് ഇതിന്റെ പ്രൊഡക്ഷൻ പോകേണ്ടത്. ഇപ്പം ഇത് കേരളത്തിൽ നമ്മുടെ ഈ ഒരു മേഖലകളിലാണ് ഇതിന്റെ സജീവമായ കൃഷിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇത് ഉൾക്കൊള്ളാനുള്ള മാർക്കറ്റ് ഉണ്ട് ഇന്ത്യയിൽ. ഉണ്ട്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇത് അതിനുള്ള വളരാനുള്ള സാഹചര്യം ഇല്ല ഈ ഫ്രൂട്ടിന്? ഇല്ല. ഇപ്പം മംഗലാപുരത്തിന്റെ കുറച്ച് സൈഡൊക്കെ ഉണ്ടെന്ന രീതിയിലും കേരളത്തിലെ ഈ ക്ലൈമറ്റുമായിട്ടാണ് ഇത് കൂടുതൽ അക്ലൈമറ്റൈസ് ചെയ്ത് നിൽക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മൾ പൈനാപ്പിൾ ഗോവൻ ബെൽറ്റിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ബെൽറ്റിൽ നിന്നുള്ള ഈ പത്തനംതിട്ടയ്ക്ക് ഈ തുടങ്ങി ഇങ്ങോട്ടുള്ള ഭാഗത്തുള്ള ഒരു കൃഷി വ്യാപനം ബാക്കിയുള്ളവർ നടക്കുന്നില്ല. അപ്പൊ എന്തോ ഇവിടെ ഒരു ക്ലൈമറ്റിന് പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. സാർ ആദ്യമേ ഇതെന്താ റബ്ബർ തോട്ടമായിരുന്നു? ഇത് റബ്ബറായിരുന്നു. റബ്ബറിന് ഇപ്പൊ ഇനിയും നല്ല വിലയൊക്കെ വരും. ഞാൻ അതിനകത്ത് കോൺഫിഡന്റ് ആണ്. ഞാനിപ്പോഴും റബ്ബർ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വിളവെടുത്ത് കിട്ടുക എന്നുള്ളത് നമുക്ക് എന്ത് വേണേലും വെച്ച് പിടിപ്പിക്കാം. ഈ വിളവെടുക്കൽ ഒരു വലിയ പ്രശ്നമാണ്. അതായത് അൾട്ടിമേറ്റ്ലി ആദായത്തിലേക്ക് വരുമ്പോൾ ആര് നമുക്ക് വിളവെടുത്ത് തരും എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് മുന്നോട്ട് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ ഈ കേരളത്തിലെ ഒരു സാഹചര്യം വെച്ച് ഈ റബ്ബർ കൃഷി ഇവിടെ നിലനിന്നിരുന്നു പറയുമ്പം അന്ന് ഈ കേരളത്തിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു പണിയെടുക്കാൻ പറ്റുന്ന. ആ തലമുറ അങ്ങ് തീർന്നു. പിന്നെയുള്ള ഈ പുതിയ തലമുറയ്ക്ക് ഇതിനകത്തൊന്നും വലിയ താല്പര്യമില്ല എന്ന് വിചാരിച്ച് റബ്ബർ വെട്ടിയേച്ച് എല്ലാവരും ഈ കൃഷിക്ക് ഇറങ്ങിയാൽ പൊളിഞ്ഞു പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ രീതിയിൽ ഇത് കാ പിടിക്കുന്നുണ്ടെങ്കിൽ ഇതിന് അതുപോലത്തെ ഇറിഗേഷൻ ചെല്ലണം. വെള്ളം മസ്റ്റാണ്. വെള്ളം മസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സാർ എന്നാണ് ഈ ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം? ഏത് മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ? അതായത് നമ്മള് പൂമൊട്ട് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ അതിന് കൊടുക്കല? ഇല്ല. പൂമൊട്ട് കാണാൻ തുടങ്ങിയാൽ, അതായത് ഡിസംബർ 15-ാം തീയതി നമ്മൾ SOP സ്പ്രേ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഈ പൂമൊട്ട് കാണാൻ തുടങ്ങണമെങ്കിൽ ചെറിയൊരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടല്ലേ പൂമൊട്ട് കിട്ടുള്ളൂ? അതായത് ഈ നമ്മൾ കൃത്യമായിട്ട് ഇതിന്റെ ഒരു ടൈം ടേബിൾ ഞാനത് പറഞ്ഞുതരാം. റംബുട്ടാനിലെ ഒരു കാര്യമുള്ളത്, പൂവിൽ നിന്ന് പഴം പറിക്കുന്നിടം വരെയുള്ള ആ ഒരു ഗസ്റ്റേഷൻ പീരീഡ് ഉണ്ടല്ലോ, കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ് ബാക്കി ഏത് പഴത്തേക്കാളും. ഇപ്പൊ ഡ്രാഗൺ ആണെങ്കിൽ പൂ വിരിഞ്ഞാൽ 28-ാമത്തെ ദിവസം പറിക്കാം, 30-ാമത്തെ ദിവസം അത് ചീത്തയാവും. റംബുട്ടാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പൂ വിരിഞ്ഞാല് പിന്നെ 150 മുതൽ 160 ദിവസം വരെ മുന്നോട്ട് പോകണം പറിക്കണമെങ്കിൽ. അത്രയും കാലാവധി എന്ന് പറഞ്ഞാൽ 5 മാസക്കാലമുണ്ട്. അതായത് നേർപകുതി, ഒരു വർഷത്തെ നേർപകുതി കായ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ആയെങ്കിലേ അത് ഫുൾ സിംഗിലാവത്തുള്ളൂ. അപ്പം അങ്ങനെ വലിപ്പവും വെച്ച് ഈ 18 എന്ന് പറയുന്നത്, 18ഒക്കെ കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാണ്. 18 N18 അറിയാമല്ലോ, 18 കായ്ക്ക് 1 കിലോ. അത് നമുക്ക് സാധാരണ ഒരു 20-25 പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ 25 കായ്ക്ക് വെച്ച കണക്ക് കൂട്ടിയാണ് ഞാൻ ഈ 7 ടണ്ണിന്റെ ഒരു കണക്ക് പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ വളർത്തി കൊണ്ടുവരുമ്പം ഡിസംബർ 15-ാം തീയതി ആകുമ്പോൾ നമ്മൾ ഇതിനെ SOP സ്പ്രേ ചെയ്യണം. പ്രൂൺ ചെയ്ത് പുതിയ ശാഖകളെല്ലാം വന്നു. ആ ശാഖകളിൽ ഇലയെല്ലാം നല്ല കറുത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കട്ടിയായിട്ട് നിൽക്കുമ്പോൾ, പരുവപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ SOP സ്പ്രേ ചെയ്യണം. 5 ഗ്രാം 1 ലിറ്ററിൽ SOP സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാ ഇലയിലും പശ കൂട്ടി തന്നെ അടിക്കണം. സ്പ്രെഡർ കൂട്ടി തന്നെ അടിക്കണം. അടിച്ചു കഴിഞ്ഞാൽ ഒരു ജനുവരി ഒരു ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും മണ്ണിന്റെ ശരിക്കും അതിന്റെ മോയ്സ്ചർ കുറയും. അപ്പം നമുക്കത് ഫീൽ ചെയ്യും. അത് കാണാതെ ആ സമയത്ത് നമ്മൾ നനയ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ ഫ്ലവറിങ് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഫ്ലവറിങ് വരുന്നു. ഇനി ഇതങ്ങ് തുടർന്ന് പോകണം. അല്ല, നമ്മുടെ ഫസ്റ്റ് SOP ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് പൂ വന്ന് തുടങ്ങുമ്പോഴത്തേനും നമ്മൾ നനയിലേക്ക് നനഞ്ഞ് മണ്ണിൽ ഈർപ്പമുള്ള സമയത്ത് ഞാൻ ഇവിടെ കൊടുക്കുന്ന ഒരു കോമ്പിനേഷൻ പറഞ്ഞുതരാം. അതായത് 200 ലിറ്റർ ചാണകവെള്ളം. 200 ലിറ്റർ എന്ന് പറഞ്ഞപ്പം എത്ര കിലോ ചാണകത്തിന്റെ? 2 കൊട്ട എന്ന് കണക്കാക്കും. 100 ലിറ്ററിലേക്ക് 1 കൊട്ട വെച്ച്, അപ്പൊ 2 കൊട്ട ചാണകവെള്ളം. അതിനകത്തേക്ക് ഒരു 3 കിലോ യാരാമില കോംപ്ലക്സ്. ആ കമ്പനിയുടെ പ്രൊമോഷനൊന്നും അല്ല, 19 തന്നെയാണ് ഉദ്ദേശിച്ചത്. യാരാമില കോംപ്ലക്സ് പ്ലസ് 1 കിലോ പൊട്ടാഷ് നന്നായിട്ട് കലക്കുക. ചുവട്ടിൽ 5 ലിറ്റർ വെച്ച് കലക്കി ഒഴിക്കണം. അതെല്ലാം 25-ാം ദിവസം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതേ രീതിയിൽ നനവുണ്ടായിരിക്കണം. അങ്ങനെ ഒരു 3 പ്രാവശ്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് കായ ഫോം ചെയ്യും. ഇതിന്റെ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഇത് SOP വീണ്ടും അടിച്ചു. 2ാം പ്രാവശ്യം പിന്നെ SOP അടിക്കും. ഈ കായ് ഈ പരുവത്തിൽ നിൽക്കുമ്പോൾ SOP അടിക്കണം. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് വീണ്ടും. അത് അതിന്റെ അളവ് എങ്ങനെയാണ് വരുന്നത്? 5 ഗ്രാം പെർ ലിറ്റർ. അത് ഒരിക്കലും 5 ഗ്രാമിൽ കൂടാനും പാടില്ല. ഇത് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണം. ഇനിയുള്ളത് അടുത്ത പ്രശ്നം, ഇനിയിപ്പോ മഴ വരും. കൂടിയ മഴ 3 ദിവസം പെയ്താൽ കായല് 30% ഉറപ്പായിട്ട് ഡ്രോപ്പിംഗ് ഉണ്ടാവും. എന്ത് ചെയ്താലും ഇതിന്റെ ഒരു പ്രകൃതി അതാണ്. അല്ലെങ്കിൽ ഇപ്പം ഇത് ഈ പറഞ്ഞ 100 കിലോയ്ക്കൊക്കെ മുകളിലേക്ക് പോകും പെർ പ്ലാന്റ്. അത് നടക്കില്ല. അതിന് ഒരു ചെറിയ കൺട്രോൾ കിട്ടുന്ന ഒരു സംഭവം ഉള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ ഡോളോമൈറ്റ് ഉണ്ട്. ഡോളോമൈറ്റ് വെറും ഡോളോമൈറ്റ് അല്ല, കാൽഷ്യം മഗ്നീഷ്യം അടങ്ങിയ ഡോളോമൈറ്റ് ഒരു ചെടിക്ക് ഭയങ്കര 1 കിലോ ഒന്നും ഇടേണ്ട കാര്യമില്ല, ഒരു 300 ഗ്രാം വെച്ച്
ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കും. ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കുക. ഈ വലിയ മഴ വരുമ്പോൾ പെട്ടെന്ന് ഈ pH വേരിയേഷൻ വരില്ല, ഗ്രാജുവൽ ആയിട്ട് വരും. നനച്ചോണ്ടും ഇരിക്കണം നമ്മള്, നനച്ചോണ്ടിരിക്കണം. ഇപ്പൊ തന്നെ ഇത് ഇപ്പൊ SOP കഴിഞ്ഞു, ഇനി അടുത്തത് ഇപ്പൊ പകുതി പരുവത്തിലേക്ക് എത്തുക. ഈ സമയത്ത് തന്നെ ഇട്ടിട്ട് അടുത്ത ആഴ്ച തന്നെ ഇട്ടിട്ട് നമുക്ക് ഈ രീതിയിൽ നനച്ചോണ്ടിരിക്കും. നനച്ചു കൊടുക്കുമ്പോൾ ഭൂമിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. അതിന് പകരം ആൾക്കാർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ കൊണ്ടുപോയി ഡോളമൈറ്റ് ഇടുക. ഇത് നമ്മൾ മനുഷ്യൻ ഇപ്പോൾ പാരസെറ്റമോൾ കഴിക്കുന്ന പോലല്ല, അബ്സോർവ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനി 2 മാസം കഴിഞ്ഞാണ് ശരിയായിട്ടുള്ള മഴ വരുന്നത്. അതിന് മുമ്പായിട്ട് ഈ ഡോളോമേറ്റ് ചുവട്ടിൽ പ്രയോഗിക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ ഇനി കൊണ്ടുവന്ന് ഇതിലേക്ക് കൊണ്ട് മൈക്രോ ന്യൂട്രിയൻ്റ് അപ്പടിപ്പിടി എന്ന് പറഞ്ഞിട്ട് കണ്ടമാനം ആളുകൾ സ്പ്രേ ഒത്തിരി മരുന്നുകളും ഈ പൊള്ളലും പ്രശ്നങ്ങളും എല്ലാം വരുന്നത്. ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ പറയുന്നു, ചെടിയെ നമ്മൾ നല്ല ഭംഗിയായിട്ട് വളർത്തുക. ചെടി തരാനുള്ളത് നമുക്ക് അത് തരും. ഓവറായിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പല തോട്ടങ്ങളിലും അറിയാമല്ലോ, റംബുട്ടാനിൽ കോർക്കി ബാർക്കിന്റെ അസുഖം കണ്ടു തുടങ്ങി. പ്രത്യേകിച്ച് ഈ ഇന്റൻസീവായിട്ട് പ്ലാന്റ് ചെയ്ത തോട്ടങ്ങൾ കോർക്കി ബാർക്കിന്റെ അസുഖം കണ്ടു തുടങ്ങി. റംബുട്ടാൻ കൃഷിയിൽ കൃഷിക്കാർ ഭയപ്പെടേണ്ട ഒറ്റ ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. ഇപ്പം ആളുകൾ പറയും ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യും, അതൊക്കെ ഒത്തിരി ഇപ്പം ഓവർ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തോരം കമ്പനികൾ റെഡിയാണെന്നറിയോ ഇതിന്റെ വാല്യൂ അഡീഷൻ ചെയ്യാനായിട്ട്. അവർക്കൊക്കെ ഇതറിയാം. കാരണം ഓപ്പർച്യൂണിറ്റി, പീപ്പിൾസ് വിത്ത് ക്യാഷ് ഇൻ ഹാൻഡ് ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറായി നിൽക്കുക. ഓപ്പർച്യൂണിറ്റിയാണ് വേണ്ടത്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ഈ റംബുട്ടാൻ ഈ പറയുന്ന പോലെ മാർക്കറ്റ് ഫ്ലഡഡ് ഒന്നും അല്ല. ഫ്ലഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ആവശ്യത്തിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്ലഡ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഇച്ചിരി തള്ളു വന്നേ ഉള്ളൂ. മാർക്കറ്റിലേക്ക് ശരിക്കും ഈ സാധനം സപ്ലൈ വന്നാൽ മാത്രമേ ഒരു ഫാക്ടറി ചെയ്ത് ഇതിന്റെ വാല്യൂ അഡീഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുക. പല സ്ഥലത്തും വ്യാപകമായിട്ട് ഒത്തിരി വളപ്രയോഗത്തിന്റെ കൂടുതൽ കൊണ്ട് ചെടിക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് കൂടുതൽ പോകുമ്പോൾ ചെടിയുടെ സ്വാഭാവികമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി കുറയും. സ്വാഭാവികമായിട്ടും അത് അസുഖമായി മാറും. അതാണ് ഈ കോർക്കി ബാർക്ക് എന്ന് പറയുന്നത്. ലോകം മുഴുവൻ അതുണ്ട്. അത് കേരളത്തിലും വന്നു കഴിഞ്ഞു. അത് അമിതമായിട്ടുള്ള വളപ്രയോഗത്തിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ അമിതമായ പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെയ്ത് കൂട്ടുന്നത് ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ അറിയാലോ. പണ്ട് വാനില എന്തായിരുന്നു, വാനിലയിലെ ആളുകൾ ചെയ്തത് വാനില നോർമൽ പ്രൊഡക്ഷനിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഓൾ ഓഫ് എ സഡൻ വില കൂടി ഭയങ്കര വ്യാപകമായിട്ട് ആളുകൾ കൃഷി ചെയ്ത് എന്തെല്ലാം മെഡിക്കേഷൻ എന്തെല്ലാം സംഭവം ഉണ്ടോ അതിന് വേണ്ടിയിട്ട് എല്ലാം അങ്ങ് ചെയ്തു. അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഫംഗസ് വന്നു. ഇപ്പൊ വാനില കൃഷി ഇവിടെ നടക്കുകയില്ല. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. നമ്മൾ പ്രൊഡക്ഷനിലേക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രഷർ കൊടുത്താൽ ചെടിയുടെ ഇമ്മ്യൂണിറ്റി പോവും, ചെടി തകരാറില്ല. ഞാൻ കണ്ടെടുത്തോളം ഈ റംബുട്ടാൻ നമ്മൾ ഓസ്ട്രേലിയയിൽ പോയി നോക്ക്, മലേഷ്യയിൽ പോയി നോക്ക്, ഇതൊരു വനവൃക്ഷ. നമ്മുടെ ആവശ്യത്തിനാണ് ഇവനെ ഇങ്ങനെ നമ്മൾ ഷേപ്പാക്കി കൊണ്ടുവന്നത്. അപ്പൊ ഇതിനൊരു വനാന്തരീക്ഷമാണ് ഇഷ്ടം. അപ്പൊ ഇതിനകത്ത് തന്നെ ഒരു മോയ്സ്ചർ കണ്ടീഷൻ കണ്ട ഭയങ്കരമായിട്ട് മനുഷ്യൻ കയറി ഇറങ്ങി മരുന്നും വെള്ളമായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു സ്വാഭാവിക അന്തരീക്ഷത്തിലേക്ക് വിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു 19 യാരാമില കോംപ്ലക്സ് കലക്കുമ്പോൾ ചാണകവെള്ളത്തിൽ കലക്കുന്നത് പോലും ആ കെമിക്കൽ കോമ്പിനേഷൻ ഇതിന് ഫീൽ ചെയ്യാതിരിക്കാൻ പരമാവധി കുറയ്ക്കാം. എന്നിട്ട് ഇതിനെ അങ്ങ് വിട്ടേച്ചാൽ മതി. വിട്ടു കഴിഞ്ഞാൽ ഇത് പ്രൊഡക്ഷൻ തന്നുകൊണ്ടിരിക്കും. നത്തിങ് മോർ. അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അതിന് പകരം വ്യാപകമായി പ്രത്യേകിച്ച് ഈ കുറച്ച് പുതിയതായിട്ടുള്ള ഈ മരുന്നുകളുടെ ഉണ്ട്, അതൊക്കെ കയറിയിട്ട് ഈ എന്താ ഏതാന്നറിയാതെ പിന്നെ ഈ 4-7 മരങ്ങളുള്ളവർ പല പരീക്ഷണങ്ങളും നടത്തി അതൊക്കെ ശരിയാണെന്നുള്ള ധാരണയിൽ ഒക്കെ പറയുന്നുണ്ട്. അതൊന്നും പ്രായോഗികമല്ല. ഞാൻ 10-12 വർഷമായിട്ടുണ്ട്. വലിയ മരങ്ങൾ കണ്ടില്ല. ഏറ്റവും നല്ലത് ആവശ്യത്തിനുള്ളത് കൊടുത്താൽ മതി. ഇത് പ്രൊഡക്ഷൻ തരും, ഒരു വിഷമവും വെക്കണ്ട. അത് ഇതിന്റെ ഒരു ആവറേജ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരെണ്ണത്തിൽ ഇച്ചിരി കുറവാണെങ്കിൽ അടുത്തതിൽ അതിനേക്കാൾ കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കും. അത് അടുത്ത വർഷം അതിലും കൂടുതൽ അടുത്തതിൽ മേക്കപ്പ് ചെയ്യും. ചുരുക്കത്തിൽ അതിന്റെ ഒരു ആവറേജ് പ്രൊഡക്ഷൻ ഈ രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കും. ഇത് ആളുകൾക്ക് ചെയ്യാവുന്ന. ഇപ്പം 1 ഏക്കറിൽ ഞാൻ പറയാം, 1 ഏക്കറിൽ റബ്ബർ വെച്ച് എങ്ങനെയൊക്കെ ചെയ്താൽ ഇപ്പൊ 300 രൂപ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. റബ്ബർ അങ്ങനെ വന്നാൽ പോലും ഞാൻ പറയുന്നു 65-70 ദിവസത്തിനുള്ളിൽ ടാപ്പിംഗ് ഡേറ്റ് കിട്ടത്തില്ല. അങ്ങനെ കിട്ടിയാൽ പോലും 50,000 രൂപ നെറ്റ് ആദായം കിട്ടൂല. നിങ്ങൾ റംബുട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ജലസേചന സൗകര്യം ആ രീതിയിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്താണേലും 100 രൂപ വെച്ച് കൂട്ടിയാലും 7 ലക്ഷം രൂപ വരും വരുമാനം. ഒരു 50,000 രൂപ കൂടി ഒരു ചെലവ് ഇതിനകത്തില്ല. 50,000 രൂപയ്ക്ക് ഈ പ്രൂണിങ്ങും വളവിടിയിലും കാര്യങ്ങളും ബാക്കിയുള്ള പണികളെല്ലാം തീർന്ന് കിട്ടുവാന്നേ. റംബുട്ടാൻ കൃഷിക്ക് ഇറങ്ങുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ജലസേചന സൗകര്യം റെഡിയാക്കണം. അതവിടെ റെഡിയാണല്ലോ. പിന്നെ വരേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. വളപ്രയോഗം ഇത്ര മതിയെന്നേ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു വനവൃക്ഷമാണ്. അപ്പം അതിനാവശ്യമായ ജൈവാംശങ്ങൾ ഇപ്പം 2 കൊട്ട ചാണകം ഇടണം. ഈ കായ അങ്ങ് പറിച്ചു കഴിയണ വഴി. അല്ല, ഉണങ്ങി പൊടിഞ്ഞ ചാണകം ഇട്ടിടുന്നത് 5 കൊട്ടയ്ക്ക് 100 രൂപയാണ്. 2-3 കൊട്ട കൊണ്ട് ഇടുക.
ചാണകം. ഞാനത് കാണിച്ചു. അതായത് നമ്മൾ ആ പറിച്ചു കഴിഞ്ഞ ഉടനെ പ്രൂണിങ് നടന്ന ഉടനെ തന്നെ ചെയ്തോണം. തൊട്ട് പുറകെ ഫാക്ടം ഫോസ് കൊടുക്കണം 200 ഗ്രാം. അത് കഴിഞ്ഞാൽ തൊട്ട് പുറകെ പിന്നെ നമ്മൾ 18 ഒരു കോംപ്ലക്സ് കൊടുക്കുക. പിന്നെ ഒരു MOP മാത്രം, പൊട്ടാഷ് മാത്രമായിട്ട്. അത് എല്ലാം ഈ 250-300 ഗ്രാമിന് അപ്പുറത്തേക്ക് പോകരുത്, എന്നെങ്കിലും അത് ചെടി എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ ഫോളിയാറിലേക്ക് പോയാൽ മതി. 3 രാസവളം, 1 അല്ലെങ്കിൽ 2, ഒരു കോഴിവളം കൂടി ഇടാറുണ്ട്. ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇതിനകത്ത് ഈ പറയുന്ന എമൗണ്ട് തീരും. കാരണം ഒരേക്കർ തീരും. നമ്മൾ ഇതിന്റെ അടുത്തൊരു ഇടവിളയായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. കൃഷിക്കാരന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അവൻ എന്തും ചെയ്യാം, എന്ത് പരീക്ഷണം നടത്താം. നമ്മുടെ ഇഷ്ടമല്ലേ, ആരാ നമ്മളോട് ചോദിക്കാനല്ലോ. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ 1 വർഷം കഴിഞ്ഞപ്പോൾ ചെയ്തതാ. ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് വിജയമായിരുന്നു. ഞാനത് കഴിഞ്ഞ് വ്യാപകമായിട്ട് പിന്നെ ഒന്നുകൂടി ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചത് പോലല്ല, അത് ഓപ്പൺ സ്പേസിൽ വ്യാപകമായിട്ട് ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ ഡ്രാഗൺ കാങ്കറിന്റെ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അതിനെ എങ്ങനെ മറികടക്കാമെന്ന് ഞാൻ പരമാവധി നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇപ്പോഴും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യത്തിൽ ആ ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല ഒരു കൃഷിക്കാരൻ എന്നുള്ള രീതിയിൽ. സാറേ, ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഏതിലൂടെയും കയറി പോകുന്നുള്ളൊരു ഉദാഹരണമല്ലേ ഇത്? ഞാൻ പറഞ്ഞ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ ഇത് ഡെസേർട്ട് കാക്ടസ് എന്നൊക്കെ പറയുമെങ്കിൽ എൻ്റെ തോന്നലിൽ ഇതൊരു ജംഗിൾ കാക്ടസ് ആയിട്ടാണ്. ഇതൊരു കരിന്തകര മര. ഇത് ഇപ്പോൾ ഒരു 60 അടി പൊക്കത്തിലേക്ക് കയറിയിട്ടുണ്ട് ഇത്. അങ്ങനെ ഇത് മരത്തിന്റെ മുകളിൽ പോയാൽ ഇത് കായ്ക്കും. കാരണം ഇത് സെൽഫ് പോളിനേഷൻ ആണല്ലോ. പക്ഷെ പറിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരുമെന്നേ ഉള്ളൂ. ഇത് മൂപ്പായി കഴിഞ്ഞാൽ ഇപ്പം ഇത് കണ്ടില്ലേ, ഇത് കായായി കഴിഞ്ഞു. മരത്തിന് മുകളിൽ കിടന്നാലും കായ്ക്കും, എവിടെ വേണമെങ്കിലും കിടന്ന് കായ്ക്കും. ഞാനിങ്ങനെ ഈ വളപ്രയോഗത്തിലെ വ്യതിയാനം കൊണ്ടാണോ ഈ സംഭവം നടക്കാതെന്ന് ഓർത്ത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ, പക്ഷെ ഇതിനകത്തും കേടുവരുമോ? എല്ലാം സെയിം വളം തന്നെയാണ് എല്ലാത്തിനും. അത് ജനറ്റിക് സ്വഭാവമാണ്. 10 മക്കളുണ്ടായ 10 രീതിയിലായിരിക്കും, 10 സൈസും 10ന്റെ ഐക്യമായിരിക്കും. ഇത് ചെടികളുടെ കാര്യത്തിൽ എന്തിനാണ് ആ മാറ്റം? അതൊക്കെ പ്രകൃതി ചില സംഭവങ്ങളാണ്. ഇപ്പൊ തന്നെ ഇത് ഈ മരം ഇങ്ങനെയൊക്കെ കായ്ക്കുമ്പോ ആ മരം കണ്ടോ വൈകി കായ്ക്കുന്നു. അത് എല്ലാം N18 ഒരേ മാത്രമേ ഉള്ളൂ. അല്ല, ഇത് സീസർ ഉണ്ട്. സീസർ ഒന്നും കൊമേഴ്സ്യലി വയബിൾ അല്ല, കച്ചവടക്കാർ എടുക്കത്തില്ല. കാരണം N18ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N18 ഏറ്റവും കൂടുതൽ ഈ ഫൈബർ കൂടുതൽ, ജ്യൂസ് കുറവാണ്. ഇപ്പൊ മുറുകിയിരിക്കും. അപ്പൊ അതിന്റെ ഷെൽഫ് ലൈഫ് ഇച്ചിരി നീണ്ടു കിട്ടും. മറ്റേതിൽ വരുമ്പം ഫൈബർ കുറവും ജ്യൂസിയാ ഭയങ്കരമായിട്ട്. അങ്ങനെ വരുന്നതുകൊണ്ടാണ് അത് നമ്മൾ ഒഴിവാക്കി നിർത്തി. റംബുട്ടാൻ കൃഷിക്കാരോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, കൃഷി എന്ന് പറയുന്ന ഒരു കൺസോൾട്ടേഷന്റെ സ്റ്റേജിലാണ് കേരളത്തിൽ. ഇനിയുള്ള കാലം വോളിയം ഡിസൈഡ്സ് ദി മാർക്കറ്റ്. ഇപ്പം 5, 10, 25 മരമായിട്ട് നിങ്ങൾ റംബുട്ടാൻ കൃഷിക്ക് ഇറങ്ങരുത്, നിങ്ങൾക്ക് വില കിട്ടില്ല. റംബുട്ടാൻ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറയുമ്പോൾ അത് വേറൊരു അർത്ഥത്തിൽ എടുക്കണ്ട. 100 മരത്തിന് മുകളിലുണ്ടെങ്കിൽ ബയർ റെഡിയാ, നമ്മൾ പറയുന്ന കണ്ടീഷൻ അവൻ സമ്മതിക്കും. 50 മരവും അല്ലെങ്കിൽ 25 മരം ഉള്ളവൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ വരില്ല. നല്ല കച്ചവടക്കാർ അവര്. അപ്പൊ ഏജന്റുമാരാ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു നിർത്തും 120 രൂപയ്ക്ക്. എന്നിട്ട് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നവീൻ ഞാൻ മറിച്ച് വെക്കും ഒരു 140 രൂപയ്ക്ക്. ഇതുവരെ ഞാൻ മാർജിൻ എടുക്കുക. അവസാനം നവീൻ അങ്ങ് കാല് മാറിയാൽ എന്തെങ്കിലും കാരണവശാൽ, അത് കാലാവസ്ഥയാവാം, അതൊക്കെ കഴിഞ്ഞ വർഷം സംഭവിച്ചത്. അപ്പൊ ഞാൻ ഈ കമ്മിറ്റ്മെന്റ് ഓണർ ചെയ്യല, മനസ്സിലായ? അത് അങ്ങനെ വരും. അതേസമയം വലിയ തോട്ടങ്ങളിലൊന്നും ആ പ്രശ്നം വന്നില്ല. കണ്ടിന്യൂസ് ആ ബയറാ വരുന്നത്. അപ്പൊ ഇനിയുള്ള ഇപ്പൊ 5 പശുവിനെ വളർത്തിയിട്ട് കാര്യമില്ല. പശു ഫാം നടത്തുകയാണെങ്കിൽ ഇനി 50 പശുവിനെ എങ്കിലും മിനിമം വളർത്തണം. 5 ഏക്കർ കന്നാര കൃഷി കൊണ്ട് ഒരു കാര്യമില്ല. 50 ഏക്കർ കന്നാര കൃഷി ചെയ്യണം. അവർക്ക് ഇനി നിലനിൽപ്പുള്ളൂ. അതായത് അവർക്കായിരിക്കും ഡിസൈഡ്സ് ദി മാർക്കറ്റ്. ഇപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സ്ഥിരമായിട്ട് ഇവർക്കറിയാം ഇത്ര ടൺ ഇവിടെ കിട്ടും. അവര് രാവിലെ 6 മണിക്ക് വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവര് 3 മണിയാകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ലോഡ് കിട്ടും. ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് 3 ടണ്ണാണ്. ആ 3 ടൺ പറിച്ച് അവർ വൈകിട്ട് 3 മണിയാകുമ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 9 മണിയാകുമ്പോൾ തെങ്കാശി ചെല്ലും. തെങ്കാശി മാർക്കറ്റിൽ 4 മണിക്ക് വിൽക്കും. പിറ്റേ ദിവസം ആ വണ്ടി തിരിച്ചു വരും. അപ്പോഴത്തേക്ക് ഇവിടെ അടുത്ത ഗ്രൂപ്പ് പറിക്കുക. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ പറയാ, ഇപ്പൊ നവീന്റെ അടുത്ത് ഒരു 15 മരമുണ്ട്, ഒന്ന് തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയാം അതൊക്കെ മെനക്കെട്ട പണിയാ, ഞങ്ങൾക്ക് അത് പിന്നെ അത്രയും പേഴ്സണൽ കമ്മിറ്റ്മെന്റ്, പിന്നെ അവിടെ വലയിടാൻ ഈ വലയായിട്ട് അവിടെ പോകണം, അങ്ങനെ പ്രശ്നങ്ങളാണ് ഇവർക്ക്. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ നവീൻ ഈ 15 മരത്തിന് വിൽക്കാൻ പറ്റണില്ല. സ്വാഭാവികമായിട്ട് അത് വാർത്തയാവും. നവീൻ റംബുട്ടാൻ വില ഇടിഞ്ഞ് അവൻ കൊണ്ട് ഈ എല്ലാ മാർക്കറ്റിലും വഴിയേരിയിലും ഒക്കെ കച്ചവടം ചെയ്യും. അതോട് കൂടിയിട്ട് അതിന്റെ ആ മൊത്തത്തിൽ പിന്നെ ആളുകൾക്ക് നെഗറ്റീവ് കേൾക്കാനാണ് ഇഷ്ടം. റംബുട്ടാന് വില കൂടി എന്ന് പറയുന്നതിനേക്കാളും വാർത്തയാവുന്ന റംബുട്ടാൻ എന്ന് പറയുമ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇപ്പം അടുത്തത് 40x40 ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 40x40 ചെയ്യുമ്പോൾ ഈ 4 റംബുട്ടാന്റെ ഇടയ്ക്ക്
ഒരു അവക്കാഡോയ്ക്ക് ഒരു മാർക്കറ്റ് ഉണ്ട് ഇപ്പോൾ. ആ. അപ്പോൾ ഈ അവക്കാഡോ ഈ സമതലങ്ങളിൽ കായ്ക്കുന്ന ഒരെണ്ണത്തിന് കണ്ടെത്തലാ പണി. ഓ, അങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ നമുക്ക് കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. അത് ഞാനിങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തേക്കാം, ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന. അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കുവാണെങ്കിൽ ഈ 40x40 നടുക്ക് ഒരെണ്ണം വെക്കാം. അങ്ങനെ അവക്കാഡോയും റംബുട്ടാനും. ഈ അവക്കാഡോ അന്നേരം കുറച്ചും കൂടെ പടർന്ന് പന്തിരിച്ച് വലിയ മരമായിട്ട് ഷോർട്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇതിന്റെ എത്ര വളർച്ച ഉണ്ടാവും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ പറയുന്നത് ഈ റംബുട്ടാൻ ഭയങ്കരമായി, ഇത് എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഇച്ചിരി ഷെയ്ഡ് ഉണ്ടെന്ന് ഓർത്തും റംബുട്ടാൻ കഴിക്കും. കായലൊന്നും ഒരു 10% അന്നേരം മറ്റതിനകത്ത് ഒത്തിരി മേക്കപ്പ് ചെയ്യുന്നില്ലേ. പിന്നെ ഈ ഓപ്പൺ സ്പേസിന്റെ ആ ഏരിയ ഇല്ലേ, അതിനകത്ത് ഭയങ്കര വീഡിങ് അല്ലേ, അതായത് കള കയറും. ആ കള നമുക്ക് കുറച്ച് കുറയ്ക്കാം. ഇതെല്ലാം ഈ സ്വാതന്ത്ര്യം എല്ലാം കൃഷിക്കാരൻ്റെ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുക. ജാതിയാണോ? ജാതി ചെയ്തിട്ടുണ്ട്. ഇത് വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇതങ്ങ് വെട്ടിക്കളയണം. മനസ്സിലായോ? ഇങ്ങനെ കൃഷി ചെയ്തെന്നോർത്ത് ആരും നമ്മളോടൊന്നും പറയാൻ പോകുന്നില്ല. നമ്മുടെ ഇഷ്ടം. പല രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നനയ്ക്കുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു. വിളവിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിലയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ഇത് ഒന്നൊന്നിനെ മേക്കപ്പ് ചെയ്തോണ്ട്. സാറേ, ഇതിപ്പോ നമ്മൾ എത്ര അടി അകലത്തിലാണ് വെച്ചേക്കുന്നത്? ഇത് 40 അടി അകലത്തിലായി. 6 മാസമായിട്ടുള്ളൂ. 6 മാസമായി വെച്ചിട്ട്. 6 മാസം. ഇത് തന്നെ നമ്മളിതിപ്പം ഇതിന്റെ ഇടയ്ക്കൂടെ കന്നാര ഇടയ്ക്ക് കൃഷിയായിട്ട് ചെയ്തേക്കുന്നതിന്റെ ഉദ്ദേശം എന്നാ? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല്, അതായത് കള നിയന്ത്രണം വലിയ പണിയാണ്. ആ തോട്ടത്തിൽ നമുക്ക് അനുഭവിച്ചു. അതെ. അപ്പൊ അത് ഞാൻ തന്നെ വാഴ വെച്ച് അങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്തത്. അപ്പൊ അൾട്ടിമേറ്റ്ലി അതിനകത്ത് വരുന്ന ലേബറും കാര്യങ്ങളും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഇതും മെച്ചമായിട്ട് എനിക്ക് തോന്നി. ഇതിനകത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 1 ഏക്കറിന് നമുക്ക് പാട്ടം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 85,000 രൂപ പാട്ടം കിട്ടും. ചെടി നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് നമ്മളുടെ ഒരു സംരക്ഷണത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇത്ര നന്നായിട്ട് വളരുന്നത്. ഇത് ചെടിയുടെ നോട്ടം, ഈ റംബുട്ടാൻ ചെടിയുടെ നോട്ടം കാര്യങ്ങളും പരിപാലനം എല്ലാം നമ്മൾ തന്നെ ചെയ്യും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 വർഷം കഴിയുമ്പം കന്നാര ഒഴിവാകും. അപ്പൊ നമുക്ക് റംബുട്ടാൻ ഫ്ലവറിങ്ങിലോട്ട് കയറി. അപ്പൊ 3 വർഷത്തേക്ക് ഇവരുടെ ഇൻകം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ കള കയറുകയില്ല. നമുക്ക് ഇതിന് ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ നമ്മൾ ഈ ഇതിന്റെ ഇടയ്ക്കൂടെ ഇത് വളർന്ന് കയറി നടക്കാൻ ഒരുപാട് വരുവാ നമുക്ക്? സ്വാഭാവികമായിട്ടും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അന്നേരം എന്താ വെച്ചാൽ ഇത്ര വലിയൊരു തുക കിട്ടുന്നില്ലേ. 1 ഏക്കറിൽ 85,000 രൂപ എന്ന് പറയുമ്പോൾ 2 ഏക്കർ വരുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. പണിക്കാരൊക്കെ ആയിട്ട് നടത്തി നമുക്ക് ഒരു 3-4 പ്രാവശ്യത്തെ വളപ്രയോഗമാണ് ഇതിനകത്ത് വരുന്നത്. ഒരു കൊല്ലം പിന്നെ നന ഓട്ടോമേറ്റഡാ. അപ്പൊ അതിന് വേണ്ടി അതിനകത്ത് കയറി നടക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ സിസ്റ്റം ചെയ്യുന്നത്. അപ്പൊ പലർക്കും ഒരു സംശയമുണ്ട്, കന്നാര വെച്ചേച്ച് റംബുട്ടാൻ അതിനകത്ത് അത്ര ഫലപ്രദമാണ്. ഒരു കുഴപ്പമില്ല. തൈ സാർ കൊണ്ട് വെച്ചത് ഏകദേശം എന്ത് പ്രായമുള്ള തയ്യാ കൊണ്ട് വെച്ചത്? ഇത് തന്നാണ്ട് തയ്യാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റംബുട്ടാൻ വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചുമ്മാ ഈ 1 വർഷം 2 വർഷമായ തൈ ഒന്നും വെക്കരുത്. പ്രായം കൂടി തൈ വെറുതെ കളയാവുന്നേ ഉള്ളൂ. അതാത് വർഷത്തെ തന്നാണ്ട് തൈ, ആ വർഷത്തെ തൈ, അതിൽ പറ്റുമെങ്കിൽ തലത്തൈ എന്ന് പറഞ്ഞാൽ ആദ്യം മുള പൊട്ടി കൂടക്കകത്ത് പൊങ്ങി വന്ന തൈ, തലത്തൈ എടുത്ത് കൃഷി ചെയ്ത് പോവുക. കൃത്യമായി ഒരു 2 കൊല്ലം പഴക്കം ചെന്ന ഒരു കാര്യമില്ല. 2 കൊല്ലം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കടമൂപ്പനാ. അത് നമുക്ക് തലവേദന ആവുകയുള്ളൂ. അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടത്തില്ല. ഈ കടമൂപ്പൻ എന്ന് പറഞ്ഞാൽ ഈ കടമൂപ്പൻ ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമില്ല. അതായത് ഈ വർഷം പോകാതെ നിൽക്കണ മുരടിപ്പുള്ള തൈയെല്ലാം കൂടെ ഇച്ചിരി വളമൊക്കെ കൂട്ടിയിട്ട് അടുത്ത വർഷത്തേക്ക് അവൻ ഒന്ന് പുഷ്ടിപ്പെടുത്തി നിർത്തും. അപ്പൊ നോക്കുമ്പോൾ എന്നാ വെച്ചാൽ ഈ വർഷത്തെ തൈയുടെക്കാൾ ഇച്ചിരി വലിപ്പമൊക്കെ കാണും. അത് അപ്പൊ അത് പിന്നെ 1 വർഷം കഴിയുമ്പോൾ അവൻ തനി കടമൂപ്പനാവും. ആ നഴ്സറിയിൽ ഏറ്റവും മൂപ്പനാണ്. അവനെ പിടിച്ചിട്ട് ഇത് ഫ്രഷ് ആണ്, ഇതിപ്പോ അങ്ങ് വെച്ചാൽ പിറ്റേ വർഷം കായ്ക്കുമെന്ന് പറയും. ശരിക്കും ഈ സാധനം 3 കൊല്ലമായിട്ട് ആ കടയിൽ ഇരിക്കണം. ഇത് 10 വർഷത്തിന് മുകളിലായ ഫുലോസാൻ ചെടിയായിരുന്നു. അപ്പൊ ഫുലോസാൻ ഇങ്ങനെ 10 വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതങ്ങ് ഓവർ സൈസ്ഡായി. നമുക്ക് ഒരു രീതിയിൽ ഇതിന് മാനേജ് ചെയ്യാൻ പറ്റില്ല. വലയിടിയിൽ എന്ന് പറഞ്ഞാലും അത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ ഫ്രണ്ടിലുണ്ടായിരുന്ന മരങ്ങളെല്ലാം ഞാൻ ഒരു മിനിമം ലെവലിലേക്ക് വെട്ടി ചെറുതാക്കി. ആ കൂടെ ഇതും വെട്ടി. ഇറ്റ് വാസ് ഇൻ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലായിരുന്നു. ഈ വർഷം കായ്ക്കുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്തത്. പക്ഷെ നമ്മുടെ ആസ് യൂഷ്വലുള്ള വളപ്രയോഗം കാര്യങ്ങളൊക്കെ നടന്നു. ഈ പ്രാവശ്യം നല്ല കായ്ക്കുകയും ചെയ്തു. ഈ വർഷം തന്നെ അത് തിരിച്ച് കായായി. അതാണ് ഇതിനകത്ത് 8 കൊല്ലം കൊണ്ട് തിരിച്ചു വരും. പക്ഷെ നല്ല സംരക്ഷണം കൊടുക്കണം എന്ന് മാത്രം. വെള്ളവും കാര്യങ്ങളും കൊടുത്താൽ മതി. പരിധി വിട്ട് വളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഹാർഡ് പ്രൂൺ ചെയ്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നാണ്ട് തന്നെ കായ്ക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം. വേണമെങ്കിൽ ആ കട്ട് ചെയ്തേക്കണ ഭാഗവും കാണിച്ചു തരാം. ഇത് വേണ്ട, ഇത് കണ്ട ഇങ്ങനെ മുറിച്ച് കളഞ്ഞേക്കണ. എന്താ വെച്ചാൽ പ്രകൃതി ഇതിന് വളരാനുള്ള ഒരു പ്രവണത കൊടുത്തിട്ടുണ്ട്. അത് അതിനനുസരിച്ച് അത് വളർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ കൃഷിയിലേക്ക് വരുന്ന എല്ലാവരുടെയും ഒരു സംശയമായി, 1 ഏക്കർ റംബുട്ടാൻ കൃഷി ചെയ്താൽ എന്ത് വരുമാനം കിട്ടുമെന്ന്. കൃഷിക്കാരനെ സംബന്ധിച്ചോളം വരുമാനം ഉണ്ടെങ്കിലേ കൃഷി നിലനിൽക്കുകയുള്ളൂ. റംബുട്ടാൻ നന്നായിട്ട് 1 ഏക്കറിൽ
20/20 ചെയ്താൽ ഏക്കറിൽ നിന്ന് ഏകദേശം 6 മുതൽ 8 ടൺ വരെ 4 വർഷം കഴിഞ്ഞ തോട്ടത്തിൽ വിളവ് കിട്ടും. ഇപ്പോഴത്തെ വില ഈ വർഷത്തെയൊക്കെ ഒരു 120 രൂപ 130 രൂപ ±10 രൂപ വരാം. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയാണ് ഒരേക്കറിൽ വരേണ്ട വരുമാനം. കൃത്യമായ പരിചരണവും കൃത്യമായ വളപ്രയോഗം നടത്തിയാൽ ആ തോതിലുള്ള ഒരു വിളവ് നമുക്കിവിടെ കേരളത്തിൽ കിട്ടും. അതാണ് റംബുട്ടാൻ്റെ ഒരു സാമ്പത്തിക വശം.